എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ അറബിക് എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ ഈ എക്സാം എഴുതിയത് അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു 1.5 മണിക്കൂറിൻ്റെ. അതിൽ നിന്നാണ് മുഴുവൻ ചോദ്യങ്ങളും വന്നിട്ടുള്ളത്. അത് ഉപകാരപ്പെട്ടില്ലേ? ഇന്ന് നാം ഇതിൻ്റെ ആൻസർ കീ പെട്ടെന്നൊന്ന് ഓടിച്ചു പോവാം. ഒന്നാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോവിങ് ആണ്. ഹനാൻ ലഹാം കാത്തിബത്തുൻ സൂരിയ, സിറിയൻ എഴുത്തുകാരിയാണ് ഹനാൻ ലഹാം. ഹാഫിൽ ഇബ്രാഹിം അറിയപ്പെടുന്ന പേരെന്താണ്? ഷാഇറുൻ നീൽ. ഈലിയ അബു മാലി ഷാഇർ മെഹിജർ കവികളിൽപ്പെട്ടവരാണ് ഈലിയ അബു മാലി. ഇബ്നു സീന അറിയപ്പെടുന്ന പേര് അഷേഖുർ റഈസ് എന്നാണ്. അഷേഖുർ റഈസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇബ്നു സീനയാണ്. ഇബ്നു സീനയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ഏതാണ്? കമൻ്റ് ചെയ്യൂ. ഇനി അടുത്തത് ഖദീജ ബിന്തു ഖുവൈലത്ത് ഉമ്മുൽ ഖാസിം. ഇന്നലെ നാം പറഞ്ഞിരുന്നു അവരറിയപ്പെട്ടിരുന്ന ഒരു പേര് ഉമ്മുൽ ഖാസിം, ഖാസിമിൻ്റെ ഉമ്മ എന്നാണ്. മറ്റൊരു പേര് അത്തോഹിറ എന്നാണ്. ക്ലിയർ അല്ലേ? വാലിദു ഉമ്മിൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ മുഅ്മിനീങ്ങളുടെ ഉമ്മയായിട്ടുള്ള ആയിഷ ബീവിയുടെ പിതാവിൻ്റെ പേര് അബൂബക്കർ റളിയല്ലാഹു അൻഹു. എല്ലാവർക്കും അറിയാവുന്ന ആൻസറാണ്. ആദ്യത്തെ ഖലീഫയാണ്, നബിയുടെ കൂട്ടുകാരനാണ്, ആയിഷ ബീവിയുടെ പിതാവാണ് അല്ലേ? 7ാമത്തെ ചോദ്യം അൽ ഖാനൂനു ഫി തിബ്ബ് അല്ലഫഹു. അൽ ഖാനൂനു ഫി തിബ്ബ് എന്നുള്ള ഗ്രന്ഥം രചിച്ചതാരാണ്? ഇബ്നു സീനയുടെ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥമാണ് അൽ ഖാനൂനു ഫി തിബ്ബ്. ഇബ്നു സീന അറിയപ്പെടുന്നൊരു പേരാണ് അഷേഖുർ റഈസ്. 8ാമത്തെ ചോദ്യം ഫിദാഉൻ ലിൽ വത്തൻ മൻദൂമുൻ. ഫിദാഉൻ ലിൽ വത്തൻ എന്നുള്ള കവിത ആരുടേതാണ് എന്നാണ് ചോദ്യം. രാജ്യത്തിന് സമർപ്പണം എന്ന കവിത, ഫിദാഉൻ ലിൽ വത്തൻ എന്ന കവിത ഇബ്രാഹിം നാജി എന്ന കവിയുടേതാണ്. അൽ ജാമിഉ സഹീഹ് കിതാബു ലി. അൽ ജാമിഉ സഹീഹ് ആരുടെ ഗ്രന്ഥമാണ് എന്നാണ് ചോദ്യം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് അല്ലേ? ഇന്നലെ നാം അതൊക്കെ ചർച്ച ചെയ്തിരുന്നു. അൽ ഇമാമുൽ ബുഖാരി, ഇമാം ബുഖാരി റഹ്മഹുല്ലായുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥമാണ് അൽ ജാമിഉ സഹീഹ്. ഈ ക്വസ്റ്റ്യൻ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനുള്ളതാണ്. ഇല അല മിൻ എന്നത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. നോക്കാം. അൻസലല്ലാഹുൽ മതറ മിനസ് സമായി എന്നാണ് ആൻസർ. അല്ലാഹു തആല ആകാശത്ത് നിന്ന് മഴയെ ഇറക്കി. 11ാമത്തേത് ജലസൽ ഖുറാബു, കാക്ക ഇരുന്നു. എവിടെ? അലശജറത്തി, മരത്തിന് മുകളിൽ. 12ാമത്തെ ചോദ്യം ദഹബൽ അബു, പിതാവ് പോയി. ഇല സൂഖി, അങ്ങാടിയിലേക്ക്. എത്ര സിമ്പിളാണ് അല്ലേ? അൻസലല്ലാഹുൽ മതറ മിനസ് സമായി, ജലസൽ ഖുറാബു, അല ഷജറത്തി, ദഹബൽ അബു ഇല സൂഖി. മുദാഫിലേഹി കണ്ടെത്താനുള്ള ചോദ്യമാണിത്. വളരെ സിമ്പിളാണ്, അർത്ഥം പോലും അറിയേണ്ട ആവശ്യമില്ല. 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നളാഫത്തുൽ ബിഅത്തി മസ്ഊലിയത്തുൻ. നളാഫത്തുൽ ബിഅത്തി, ഇതിലേതാണ് മുദാഫ്? നളാഫത്തു. മുദാഫിലേഹി ബിഅത്തി. മുദാഫിലേഹിക്ക് ഇറാബ് എപ്പോഴും ജറായിരിക്കും. ബിഅത്തി കസ്ർ കണ്ടോ? ബിഅത്തി. ഇനി ഖലമു തോലിബി ജദീദുൻ, വിദ്യാർത്ഥിയുടെ പേന പുതിയതാണ്. ഖലമു എന്നുള്ളത് മുദാഫ്, അത്തോലിബി എന്നത് മുദാഫിലേഹി. മുദാഫിലേഹിൻ്റെ ഇറാബ് ജറായിരിക്കും അല്ലേ? ഖിദ്മത്തുൽ ആമിലി അലിമത്തുൻ, തൊഴിലാളിയുടെ സേവനം മഹത്തരമാണ്. സേവനം എന്നുള്ളത് ഖിദ്മത്ത് എന്നുള്ളത് മുദാഫ്, അൽ ആമിലി എന്നുള്ളത് മുദാഫിലേഹി. അൽ കലിമാത്ത് തഹദീബിയെ കൊടുത്തിട്ടുണ്ട്, പൊളൈറ്റ് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ് എന്നാണ് ചോദ്യം അല്ലേ?
നോക്കാം. മബ്രൂക്ക്, കൺഗ്രാജുലേഷൻ. മുംതാസ്, എക്സലന്റ്. മർഹബൻ, വെൽക്കം. ഗുഡ് ബൈ, മഅസ്സലാമ. മബ്രൂക്ക്, കൺഗ്രാജുലേഷൻ. മുംതാസ്, എക്സലന്റ്. മർഹബൻ, വെൽക്കം. ഗുഡ് ബൈ, മഅസ്സലാമ. ഉരീദു ഫതാത്തൻ ജമീലത്തൻ തുനാസിബു വലദി സാലിമൻ. ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നത് ഫതാത്തൻ ജമീലത്തൻ, സുന്ദരിയായിട്ടുള്ളൊരു യുവതിയെയാണ്. തുനാസിബു വലദി, എൻ്റെ മകന് അനുയോജ്യമായിട്ടുള്ള. സാലിമൻ, എൻ്റെ മകൻ സാലിമിന് അനുയോജ്യമായിട്ടുള്ള സുന്ദരിയായ യുവതിയെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ചോദ്യം നോക്കാം. മിൻ അയ്യ ഖിസ്സത്തിന് ഹാദിൽ ഇബാറ, ഈ ഇബാറത്ത് ഏത് കഥയിൽ നിന്നുള്ളതാണ്, ഏത് സ്റ്റോറിയിൽ നിന്നുള്ളതാണ്? ഔഹനൽ ബുയൂത്ത് എന്നുള്ള കഥയിൽ നിന്നാണ് ഈ സന്ദർഭം അല്ലേ? ആ ചാപ്റ്ററിൻ്റെ തുടക്കം തന്നെ പറയുന്ന വേഴ്സാണിത്. അടുത്ത ക്വസ്റ്റ്യൻ, മൻ ഖാല ഹാദിഹിൽ ഇബാറ, ഇത് ആരാണ് പറഞ്ഞത്? ആൻസർ ഏതാ? ഉമ്മു സാലിം, സാലിമിൻ്റെ ഉമ്മയാണ് ഇത് പറഞ്ഞത്. വലിമൻ, ആരോടാണ് പറഞ്ഞത്? ഹനാൻ ലഹാം, ഹനാൻ ലഹാം, എഴുത്തുകാരിയായിട്ടുള്ള ഹനാൻ ലഹാമിനോടാണ് ഇവർ എന്ത് പറഞ്ഞത്? ഞാൻ സുന്ദരിയായിട്ടുള്ള യുവതിയെ നോക്കുന്നു, എൻ്റെ മകനായിട്ടുള്ള സാലിമിന് അനുയോജ്യമായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള യുവതിയെ നോക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉമ്മു സാലിം, സാലിമിൻ്റെ ഉമ്മയാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, മയ്യിസിൽ അദവാത്തിൽ മദ്രസിയ വൽ അസ്മാൽ വലായിഫ് മിനലാത്തിയ, താഴെ തന്നിട്ടുള്ള അദവാത്തിൽ മദ്രസിയയും അസ്മാൽ വലായിഫ് ജോലികളുടെ പേരുകളും തമ്മിൽ എന്ത് ചെയ്യുക? വേർതിരിക്കുക. ആദ്യം നമുക്ക് അർത്ഥം ഒന്ന് നോക്കാം. തൊബീബ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ, മിർസം പെൻസിൽ, താജിർ കച്ചവടക്കാരൻ, മുഹന്ദിസ് എഞ്ചിനീയർ, ഖുറാസത്ത് നോട്ട്ബുക്ക്, ഷുർത്തിയ് പോലീസ്, കലം പേന, ഖരീതത്ത് മാപ്പ്. ഇനി സ്കൂളുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണ്? മിർസമുൻ പെൻസിൽ, ഖുറാസത്തുൻ നോട്ട്ബുക്ക്, കലമുൻ പേന, ഖരീതത്തുൻ മാപ്പ്. ഇനി വലായിഫ് ജോലികൾ ഏതൊക്കെയാണ്? തൊബീബ് ഡോക്ടർ, താജിർ കച്ചവടക്കാരൻ, മുഹന്ദിസ് എഞ്ചിനീയർ, ഷുർത്തി പോലീസുകാരൻ. 17ാമത്തെ ചോദ്യം കാനാഹ്വാത്തുമായിട്ടുള്ള ബന്ധമുള്ള ചോദ്യമാണ്. നാം പറഞ്ഞിരുന്നു കാന, സോറ, ബാത്ത, ലൊല്ല ഇതൊക്കെ വന്നാൽ, ഇത് ഒരു സെൻറ്റൻസിൻ്റെ ആദ്യം വന്നാൽ അടുത്ത പദം മുബ്തദ എന്ന് പറയും. അതിന് റഫ് ആണ്. റഫ് എന്ന് പറഞ്ഞത് അറിയാത്തവർക്ക് വേണ്ടി ലൊമ്മ്, അങ്ങനെയെങ്കിലും മനസ്സിലാക്കിയോ, ലൊമ്മാണ് വരിക. രണ്ടാമത്തെ പദം ഖബർ, അതിനിക്ക് ഫതഹാണ് ഇറാബ്. അപ്പോൾ മുബ്തദഇനിക്ക് റഫും അതിൻ്റെ ഖബറിനിക്ക് നസ്ബു ആണ് ഇറാബ്. നമുക്ക് ഉദാഹരണം നോക്കാം. കാനല്ലാഹു റഹീമൻ എന്നാണ് ആൻസർ. കാനല്ലാഹു റഹീമൻ. ബാത്ത വന്നു. ബാത്ത വന്നാൽ അടുത്ത പദം മുബ്തദ ആണ്. മുബ്തദനിക്ക് ഇറാബ് റഫ് ആണ്. അപ്പോൾ തിഫ്ലു, തിഫ്ല, തിഫ്ലി ഏതാണ് വരിക? അത്തിഫ്ലു. ബാക്കിയൻ, ബാത്ത തിഫ്ലു ബാക്കിയൻ. ഇനി സോറ വന്നു. അപ്പോൾ അടുത്ത പദം മുബ്തദ ആണ്. അൽ മാ എന്നുള്ളത് മുബ്തദ ആണ്. അതിൻ്റെ ഇറാബ് റഫ് അല്ലേ, ലൊമ്മ് അല്ലേ. അതിൻ്റെ ഖബർ ഏതാണ്? ബാരിദുൻ എന്നാണോ, ബാരിദൻ എന്നാണോ, ബാരിദിൻ എന്നാണോ? ബാരിദൻ നസ്ബാണ്. സോറൽ മാഉ ബാരിദൻ. ഇതൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ശരിക്കും ചർച്ച ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരെന്തായാലും കാണുക കേട്ടോ. ഉക്തുബ് സലാസൻ മിനൽ മുഅല്ലഫാത്തി ഈലിയ അബു മാലി. ഈലിയ അബു മാലി എന്ന കവിയുടെ ഗ്രന്ഥങ്ങൾ, അവരുടെ രചനകളാണ് ചോദിക്കുന്നത്. 3 രചനകൾ. ആരാണ് ഈ ഈലിയ അബു മാലി? ഷാഇറുൽ മഹ്ജറാണ്. മഹ്ജർ കവികളിൽപ്പെട്ടവരാണ്. ഇദ്ദേഹം ജനിച്ചത് ലബനാനിലാണ്. അദ്ദേഹം
ഉളുവൻ മിനർ റാബിത്തത്തുൽ ഖലമിയ്യ, റാബിത്തത്തുൽ ഖലമിയ്യയിൽ മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ മാഗസിൻ മജല്ല അറിയപ്പെടുന്ന പേര് സമീർ എന്നുള്ളതാണ്. ചോദ്യം ഇതായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ മുഅല്ലഫാത്തുകൾ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് പറയൂ. ദീവാനു അബി മാലി, തിദ്കാറുൽ മാലി, അൽ ഖമാഇലു, അൽ ജദാവിലു, അത്തിബ്റു വത്തുറാബ്. ദീവാനു അബി മാലി, തിദ്കാറുൽ മാലി, അൽ ഖമാഇലു, അൽ ജദാവിലു, അത്തിബ്റു വത്തുറാബ്. ഇതാണ് ഇലിയ അബു മാലിയുടെ ഗ്രന്ഥങ്ങൾ. 19ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ട്രാൻസ്ലേഷൻ ആണ്. അന മശ്ഗൂലുൻ ആൻ, അന മശ്ഗൂലുൽ ആൻ, ഐ ആം ബിസി നൗ. കുല്ലു ആമിൻ വ അൻതും ബിഖൈർ, ഹാപ്പി ന്യൂ ഇയർ. കുല്ലു ആമിൻ വ അൻതും ബിഖൈർ, ഹാപ്പി ന്യൂ ഇയർ. അൽഫ് മബ്രൂക്ക്, congratulations. അബിൽ അസീസ് ഉഹിബ്ബുക, my dear father I love you. അബിൽ അസീസ് ഉഹിബ്ബുക, my dear father I love you. ഇന്നനി മുതഅഖിറുൻ, I am late. ഇന്നനി മുതഅഖിറുൻ, I am late. ഈ ചോദ്യം എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അൽ ആദാത്തു സിഹിയ്യ ഗൈറു സിഹിയ്യ, ആരോഗ്യപരമായ ശീലങ്ങളും ആരോഗ്യപരമല്ലാത്ത ശീലങ്ങളും. ആദ്യം നമുക്ക് അൽ ആദാത്തു സിഹിയ്യ പറയാം, ആരോഗ്യപരമായ ശീലങ്ങൾ പറയാം. അൽ മുഹാഫളത്തു അലാ നളാഫത്തുൽ ജിസ്മി വൽ ബിഅ. അൽ മുഹാഫളത്തു എന്ന് പറഞ്ഞാൽ സംരക്ഷണം, അല നളാഫത്തുൽ ജിസ്മി ശരീരത്തിൻ്റെ വൃത്തിയുടെ മേൽ, വൽ ബിഅ പ്രകൃതിയുടെയും ശരീരത്തിൻ്റെയും വൃത്തിയുടെ മേൽ സംരക്ഷണം. അത് നന്നായി സംരക്ഷിക്കുക, നമ്മുടെ ശരീരവും പ്രകൃതിയൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കുക എന്നുള്ളത് അൽ ആദാത്തു സിഹിയ്യ ആരോഗ്യശീലമാണ്. അടുത്തത് അതിൽ വരുന്നത് അൽ മദാവമത്തു അലാ മുമാറസത്തിൻ നശാതാത്തിൽ ബദനിയ, ഫിസിക്കൽ എക്സസൈസ് പ്രാക്ടീസ് പതിവാക്കുക. അതായത് ശാരീരികമായിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നതിനുള്ള പ്രാക്ടീസ്, മുമാറിസ പ്രാക്ടീസ് എന്ത് ചെയ്യുക, പതിവാക്കുക. ഇതും ആരോഗ്യപരമായിട്ടുള്ള ശീലമാണ് അല്ലേ. എക്സസൈസ് ചെയ്യുക എന്നുള്ളത് ആരോഗ്യപരമായ ശീലമല്ലേ. ഇനി അടുത്തത് ഗൈറു സിഹിയ്യ, ആരോഗ്യപരമല്ലാത്തത്. അൽ ഇഅ്തിമാദു അലൽ വജബാത്തി സരിഅ. വജബാത്ത് സരിഅ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ്. ഫാസ്റ്റ് ഫുഡ് എപ്പോഴും ഇങ്ങനെ അവലംബിക്കുക, എപ്പോഴും ഫാസ്റ്റ് ഫുഡ് എന്ത് ചെയ്യുക, കഴിക്കുക, അവലംബിക്കുക. ഇത് ഗൈറു സിഹിയ്യയാണ്, ആരോഗ്യപരമല്ലാത്ത ശീലമാണ്. അടുത്തതോ തനാവുലുൽ അസ്മാക്കിൽ ഫാസിദ, മോശമായിട്ടുള്ള ഫാസിദായിട്ടുള്ള മത്സ്യങ്ങൾ കഴിക്കുക. തനാവുലുൽ അസ്മാക്കിൽ ഫാസിദ എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള മത്സ്യങ്ങൾ കഴിക്കുക. ഇനി തനാവുലുൽ ഖദറവാത്തിൽ മസ്മൂമ, അതും ഗൈറു സിഹിയ്യയാണ്, വിഷം കലർന്ന പച്ചക്കറികൾ കഴിക്കുക. മസ്മൂമ എന്ന് പറഞ്ഞാൽ വിഷം കലർന്ന പച്ചക്കറികൾ കഴിക്കുക എന്നതും ഗൈറു സിഹിയ്യയാണ്. ഇതൊക്കെ ശരിയാക്കിയിട്ടില്ലേ നിങ്ങൾ? ഈ ചോദ്യം ഇസ്മ ഫിഅൽ ഹർഫ് കണ്ടുപിടിക്കാനാണ്. നാം പറഞ്ഞിരുന്നു പിന്നെ അർത്ഥം അറിയില്ലെങ്കിൽ പോലും ഇസ്മ ഫിഅൽ ഹർഫ് കണ്ടുപിടിക്കാം. ആദ്യം ഇസ്മ കണ്ടുപിടിക്കുന്നതിന് ചില മാർഗങ്ങളുണ്ട്. ഒന്ന് അലിഫ്ലാം വരിക, മറ്റൊന്ന് തെന്നീൻ വരിക, തോലിബുൻ, മുജ്തഹിദുൻ, അല്ലെങ്കിൽ കുല്ലിയത്തിൻ, തെൻവീൻ വരിക. അവസാനം 2 സുക്കൂനോ സോറി 2 കസറോ അല്ലെങ്കിൽ 2 ലൊമ്മോ 2 ഫതഹ വരിക. അതാണ് തെൻവീൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വമീർ വരിക, ഹോ, ഹ, കും, ഇതൊക്കെയാണ് ലമീർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇസ്മാണ്. ഇനി പേരുകളാണ്, നമുക്കറിയാം പേരുകളാണ്. തെൻവീൻ വന്നാൽ ഇസ്മിൽ ഉൾപ്പെടുത്താം, ലമീർ വന്നാൽ ഇസ്മിൽ ഉൾപ്പെടുത്താം, അതേപോലെ അലിഫ്ലാം വന്നാൽ ഇസ്മിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് നോക്കാം. ജവാദുൻ, തോലിബുൻ, മുജ്തഹിദുൻ. ജവാദ് എന്നുള്ളത് ഇസ്മാണ്, തോലിബുൻ എന്നുള്ളത് ഇസ്മാണ്, മുജ്തഹിദുൻ എന്നുള്ളത് ഇസ്മാണ് അല്ലേ. അടുത്തത് യദ്റുസു. യദ്റുസു എന്നുള്ളത് ഫിഅലാണ്, ഫഅല യഫ്അലു അല്ലേ. അതൊക്കെ ഒരു പ്രവർത്തനമാണ്, ഫിഅലാണ്. യദ്റുസു ഫിഅലാണ്. ഫി എന്നുള്ളത് ഹർഫാണ്. മറ്റൊരു പദത്തിൻ്റെ കൂടെ ചേരുമ്പോൾ മാത്രമേ ഫീക്ക് അർത്ഥം വരികയുള്ളൂ. ഫി, അല, അൻ ഇതൊക്കെ ഹർഫിൽപ്പെട്ടതാണ്. ഇനി കുല്ലിയത്തിൻ. കുല്ലിയത്തിൻ എന്നുള്ളത് ഇസ്മാണ്. ഹുകൂമിയത്തിൻ ഇസ്മാണ്. ഖരീബത്തുൻ ഇസ്മാണ്. മിൻ ഹർഫാണ്. ബൈത്തിഹി ഇസ്മാണ്. ലമീർ കണ്ടില്ലേ, ബൈത്തിഹി.
അബൂഹു ഇസ്മാണ്. യഅ്മലു ഫിഅലാണ്. ഫി എന്നുള്ളത് ഹറഫ്. ഫി, അൻ, അല ഇതൊക്കെ ഹറഫാണ്. അൽ ഖലീജ് അലിഫ്ലാം വന്നാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അർത്ഥം അറിയാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് പഠിക്കാൻ പറ്റൂലേ. അൽ ഖലീജ് ഇസ്മാണ്. വ ഉമ്മുഹു ദമീർ വന്നു ഇസ്മാണ്. മുദരിസത്തുൻ തൻവീൻ വന്നു ഇസ്മാണ്. വഹുവ ഇസ്മാണ്. യുഹിബ്ബു എന്നുള്ളത് ഫിഅലാണ്. ഉസ്റത്തുഹു എന്നുള്ളത് ഇസ്മാണ്. വളരെ സിമ്പിളാണ് അല്ലേ ഇസ്മ ഫിഅലെ ഹർഫ് കണ്ടുപിടിക്കാൻ. 22ാമത്തെ ചോദ്യം, നമ്മുടെ ഒന്നാമത്തെ ഖലീഫയായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് 5 വാക്യങ്ങൾ എഴുതാനുള്ളതാണ്. നോക്കൂ നിങ്ങൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹുവ അവ്വലു ഖുലഫാഇർ റാഷിദീൻ, ആദ്യത്തെ ഖലീഫയാണ്. ഒന്നാമത്തെ പോയിന്റായി. ഹുവ അഹദുൽ അശ്റത്തിൽ മുബശ്ശിരീന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. 2 പോയിന്റായി. വവാലിദു ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, വവാലിദു ഉമ്മുൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു അൻഹ, വിശ്വാസികളുടെ മാതാവായിട്ടുള്ള ആയിഷ ബീവിയുടെ പിതാവ് കൂടിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 3 പോയിന്റായി. വകാന അവ്വലു മൻ ആമന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിന റിജാൽ, പുരുഷന്മാരിൽ നിന്ന് നബിയെ കൊണ്ട് വിശ്വസിച്ച ആദ്യത്തെ വ്യക്തിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. 4 പോയിന്റായി. വകാന സദീഖൻ ഹമീമൻ ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയുടെ ഉറ്റ കൂട്ടുകാരനായിരുന്നു. 5 പോയിന്റായി. ഇത് കാണാതെ ഇതേപോലെ തന്നെ പഠിച്ചു വെക്കേട്ടാ, പബ്ലിക് എക്സാമിന് ഉപയോഗപ്പെടും. വീണ്ടും ഒരു ട്രാൻസ്ലേഷൻ വന്നു. ഈ ചോദ്യം നോക്കാം. ഉസ്രത്തി സഈദത്തുൻ, മൈ ഫാമിലി ഈസ് വെരി ഹാപ്പി, എൻ്റെ കുടുംബം വളരെ സന്തുഷ്ടവാന്മാരാണ്. ലി അഖുൻ വ ഉഖ്താനി, ഐ ഹാവ് എ ബ്രദർ ആൻഡ് 2 സിസ്റ്റേഴ്സ്, എനിക്കൊരു ബ്രദറും സഹോദരനും 2 സിസ്റ്റേഴ്സുമുണ്ട്. അബി മുദദ്ദിസുൻ ഫി കുല്ലിയത്തിൽ ഹന്തസ, കുല്ലിയത്തിൽ ഹന്തസ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജ്. മൈ ഫാദർ ഈസ് എ ടീച്ചർ അറ്റ് ദ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, മൈ ഫാദർ ഈസ് എ ടീച്ചർ അറ്റ് ദ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. വ ഉമ്മി മുമരിറത്തുൻ ഫിൽ മുസ്തഷ്ഫൽ ഹുക്കൂമിയ, മുമരിറത്ത് എന്ന് പറഞ്ഞാൽ നഴ്സ്, മുസ്തഷ്ഫ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ, അൽ ഹുക്കൂമിയ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്. എൻ്റെ മാതാവ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ നഴ്സാണ്. മൈ മദർ ഈസ് നഴ്സ് ഇൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അല്ലേ. എൻ്റെ മാതാവ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ നഴ്സാണ്. ഉഹിബ്ബു ഉസ്രത്തി, ഐ ലവ് മൈ ഫാമിലി. ഉഹിബ്ബു ഉസ്രത്തി എന്ന് പറഞ്ഞാൽ ഐ ലവ് മൈ ഫാമിലി. ഈ ചോദ്യം നോക്കൂ നിങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ നാം ചർച്ച ചെയ്തു. ഇനി ഖിയമുൽ ഇൻസാനിയയും അൽ മവാരിദ് ത്വബീഇയ്യയും, മാനുഷിക മൂല്യങ്ങളും പ്രകൃതി വിഭവങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യാനാണ്. അത് പട്ടിക ധാരാളം വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. മാനുഷിക മൂല്യങ്ങളിൽ പെടുന്നത് ഏതാണെന്ന് എഴുതുക. അതേപോലെ മവാരിദ് ത്വബീഇയ്യ, പ്രകൃതി വിഭവങ്ങളിൽ പെടുന്ന കാര്യങ്ങൾ ഏതാണെന്ന് പട്ടികപ്പെടുത്തുക. നോക്കാം. ആദ്യം ഖിയമുൽ ഇൻസാനിയ നോക്കാം. അൽ അമാനത്ത്, വിശ്വസ്തത അല്ലേ, സത്യസന്ധത, വിശ്വസ്തത എന്നുള്ളതാണ് അർത്ഥം. അസ്സിദ്ഖ്, സത്യസന്ധത. അദ്ലുൻ, നീതി. മഹബ്ബത്ത്, സ്നേഹം. ഇതൊക്കെയാണ് മാനുഷിക മൂല്യങ്ങൾ. ഏതൊക്കെയാണ്? അൽ അമാനത്ത്, സിദ്ഖ്, അദ്ല്, മഹബ്ബത്ത്. ഇനി അൽ മവാരിദ് ത്വബീഇയ്യ ഏതാണ്? ഹുഖൂല്, പ്രകൃതി വിഭവങ്ങൾ ഏതൊക്കെയാണ്? ഹുഖൂല്, വയലുകൾ. ജന്നാത്ത്, പൂന്തോട്ടങ്ങൾ, തോട്ടങ്ങൾ. ജദാവില്, തോടുകൾ. അൻഹാർ, പുഴകൾ. ഓക്കെ, ഏതൊക്കെയാണ് ത്വബീഇയ്യയിൽ പെടുന്നത്? ഹുഖൂല്, ജന്നാത്ത്, ജദാവല്, അൻഹാർ. ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗമാണ് ഇന്ന് നാം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അറിയിക്കുക കേട്ടാ. ഇതെങ്കിലും നന്നായി ശരിക്കും പഠിക്കുക. ഇത് വീണ്ടും പബ്ലിക് എക്സാമിന് ആവർത്തിച്ച് വരും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർ പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടാ. എല്ലാവരും ജയിക്കട്ടെ, എല്ലാവരും പഠിക്കട്ടെ, എല്ലാവർക്കും നല്ല മാർക്ക് ലഭിക്കട്ടെ. ഓക്കെ, താങ്ക് യു.